ഗ്രീൻ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മരങ്ങളുള്ള അതിന്റെ താഴെ നിൽക്കുന്ന ബിൽഡിങ്ങിന് അതിന്റെ ഇലകളൊക്കെ വീണ് അതിൽ തന്നെ ചെടികൾ മുളച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ചില സ്കൂളുകളുടെ മുകളിലൊക്കെ നിൽക്കുന്നതാണ്. ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നത്. ഇതാണ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ റൂഫ് എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മൾ കോൺക്രീറ്റിന്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഗ്രീൻ റൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺക്രീറ്റിന്റെ മുകളിൽ ഗ്രാസ് വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരുപാട് റിസ്കുകളുണ്ട്. കാരണം ബിൽഡിങ്ങിന്റെ ആയുസിനെ അത് ബാധിക്കും. ആലോചിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൽ ഫീൽ ചെയ്യാം. കോൺക്രീറ്റിന്റെ മുകളിൽ ചെയ്യുമ്പോൾ അതിനൊരു പ്ലാന്റിംഗ് മീഡിയം ആവശ്യമുണ്ട്. അപ്പോൾ ആ പ്ലാന്റിംഗ് മീഡിയത്തിന് അതിൻ്റെതായിട്ടൊരു വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബിൽഡിങ്ങിന് ആ വെയിറ്റ് താങ്ങൂ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന അതേപോലെ നമുക്ക് ടെറസിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് പ്രൊസീജിയറുകൾ നമ്മൾ കവർ ചെയ്ത് വരേണ്ടതുണ്ട്. അത് ഒന്ന് വാട്ടർ പ്രൂഫിംഗ് ആണ്, പിന്നെ അതിൻ്റെ മുകളിൽ പ്രൊട്ടക്ഷൻ ലെയറുകൾ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റിംഗ് മീഡിയം അതും ഒരു പ്രത്യേക അനുപാതത്തിൽ വെയിറ്റ് അധികം വരാത്ത രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് പ്ലാന്റിംഗ് വരുന്നത്. വീടിൻ്റെ മുറ്റം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെ നമുക്ക് നമ്മുടെ ടെറസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഗുണം പറയുന്നത്. മാത്രമല്ല നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആയുസിനെ ഇത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളൊന്നും നമ്മുടെ ബിൽഡിങ്ങിനെ ബാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രം 60,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഗ്രീൻ റൂഫ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ നമുക്ക് ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്ട്സ് നടക്കുന്നുണ്ട് കേരളത്തിലും പുറത്തുമായിട്ട്.